നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം, നിലവിലിപ്പോൾ രാജമൗലി സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. ഈ ഒരു ടൈറ്റിൽ ടീസറിന് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റ തുറന്നാൽ സോഷ്യൽ മീഡിയാസിൽ മൊത്തം ട്രോളുകളാണ്. രാജമൗലി സിനിമയ്ക്ക് ഇതിനു മുമ്പ് ഇത്രയും ട്രോളുകൾ വന്നിട്ടില്ല. അതും ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് പോലുമില്ല. ഇറങ്ങുന്നതിന് മുന്നേ ട്രോളുകൾ. പലരുടെയും ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ട്രോളുകൾ വരുന്നത്? പൃഥ്വിരാജ് കാരണമാണോ, മഹേഷ് ബാബു കാരണമാണോ? നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ പല ട്രോളുകളും വരുന്നുണ്ട്. അതായത് ഇതുവരെയും എയറിൽ കയറാത്ത രാജമൗലിയെ പടം ഇറങ്ങുന്നതിന് മുന്നേ പൃഥ്വിരാജ് എയറിൽ കയറ്റിയെന്ന്. നമ്മളിത് സത്യമാണോ എന്ന് നോക്കിയാൽ, ഈ ഒരു സിനിമ ആദ്യം ഒരു പോസ്റ്റർ പുറത്തുവിട്ടു. അത്യാവശ്യം നല്ലൊരു പോസ്റ്റർ ആയിരുന്നു. സോഷ്യൽ മീഡിയാസിൽ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു പോസ്റ്റർ പുറത്തുവിട്ടത്. പിന്നെ പറയേ വേണ്ട, പൃഥ്വിരാജിന്റെ ഈ ഒരു പോസ്റ്റർ പാൻ ഇന്ത്യൻ എയർലൈൻ. ഇത് ശരിക്കും പൃഥ്വിരാജിന്റെ കുഴപ്പമാണോ എന്ന് നോക്കിയാൽ ഒരു 60% നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പോസ്റ്ററിന്റെ മാത്രം കുഴപ്പമാണ്. പോസ്റ്ററിന്റെ ആ ഒരു ലുക്ക്. പക്ഷെ ബാക്കി ഒരു 40% അത് പൃഥ്വിരാജിൽ നിന്ന് വരുന്ന ട്രോളുകളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പൃഥ്വിരാജിന്റെ പല പഴയ സിനിമകൾ യൂസ് ചെയ്തു, പഴയ പല ഡയലോഗ്സ് യൂസ് ചെയ്തു. പൃഥ്വിരാജ് ഓൾറെഡി എയറിലാണ്. പൃഥ്വിരാജ്, സുരേഷ് ഗോപി, മാധവ് സുരേഷ്, ലാലി ഇവരുമായി കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു റീല് നമുക്ക് വരാതിരിക്കില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് ട്രോളുകൾ വരുന്നത് ഭൂരിഭാഗവും ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയാണ്. പക്ഷെ നോർത്തിൽ നിന്ന് വരുന്നത് ഇതുപോലെയല്ല. നോർത്തുകാർക്ക് പൃഥ്വിരാജിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ, പൃഥ്വിരാജ് പണ്ട് മുതലേ ബോളിവുഡിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്, നായകനുമായിട്ടുണ്ട്. പക്ഷെ പൃഥ്വിരാജിനെ കൂടുതൽ ഫേമസ് ആക്കിയത് സലാർ എന്ന സിനിമ തന്നെയാണ്. നമുക്കറിയാം, KGF സിനിമ പാൻ ഇന്ത്യൻ വൈറലായിരുന്നു. അപ്പോൾ KGF ശേഷം ഇറങ്ങുന്ന സിനിമയായതുകൊണ്ട് തന്നെ സലാർ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടിയത്. എങ്കിലും 800 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് നിലവിൽ അത്യാവശ്യം പാൻ ഇന്ത്യൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ തന്നെയാണ്. പിന്നീടാണ് എമ്പുരാൻ സിനിമ ഇറങ്ങിയത്. എമ്പുരാൻ സിനിമയിൽ പൃഥ്വിരാജിന് നോർത്തിൽ നിന്ന് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്തെന്നാൽ, ഓരോ സിനിമകൾക്കും പല പല മാർക്കറ്റിംഗ് ടെക്നിക് ഉണ്ട്. ഇതിൽ മെയിൻ ആയ ഒരു ടെക്നിക്കാണ് ഡിബേറ്റ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക് സിനിമയിൽ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് മൗത്ത് പബ്ലിസിറ്റി വഴി വൈറലാവും. ഒരു എക്സാമ്പിൾ, കേരള സ്റ്റോറി എന്ന സിനിമ 15 കോടിയിൽ താഴെ ബഡ്ജറ്റിൽ വന്നൊരു സിനിമയാണ്. ആ ഒരു സെയിം ഡയറക്ടർ പല സിനിമകൾ എടുത്തിട്ടുണ്ട്. ഭൂരിഭാഗം സിനിമയും വിജയം നേടിയിട്ടില്ല, ബഡ്ജറ്റ് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ കേരള സ്റ്റോറി എന്ന സിനിമ കേരളവുമായി ബന്ധപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു. കേരളത്തെ പറ്റി തെറ്റായ ഒരു ഇമാജിനേഷൻ സ്റ്റോറി കാണിച്ചു എന്ന പേരിൽ ഈ ഒരു സിനിമ കേരളത്തിലെ പല തിയേറ്റേഴ്സിലും റിലീസ് ആകാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനെ പല പല ന്യൂസുകൾ വന്ന് വൈറലായപ്പോൾ എന്താണ് ഇതിൽ ഇത്ര ഉള്ളതെന്ന് പറഞ്ഞ് നോർത്തുകാരെ ഇടിച്ചു കയറിയ ഒരു സിനിമ കണ്ടു. അങ്ങനെ 15 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 400 കോടിക്ക് മേലെ കളക്ഷൻ നേടി. എമ്പുരാൻ സിനിമയിലും ഈ ഒരു സെയിം മാർക്കറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തു. പക്ഷെ നോർത്തിൽ ഇതങ്ങനെ ഏറ്റില്ല. നോർത്തിലെ സംഭവങ്ങൾ ആഡ് ചെയ്തത് നോർത്തിലും ഏറ്റില്ല, കേരളത്തിലും അങ്ങനെ ഏറ്റില്ല. കേരളത്തിൽ വിജയം നേടിയില്ല എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. കേരളത്തിൽ ഈ ഒരു സിനിമ നമുക്കറിയാം വളരെ വലിയൊരു വിജയമായിരുന്നു. പക്ഷെ സിനിമയിലെ നോർത്തിലെ തീം അതത്ര ഏറ്റില്ല. ഇത്രയും വലിയ ഇന്റർനാഷണൽ ഡോണായ ലാലേട്ടനും പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനും ഒരു ലോക്കൽ വില്ലൻ വേണ്ടായിരുന്നു എന്നായിരുന്നു പലരുടെയും റെസ്പോൺസ്. ആളുകൾ എക്സ്പെക്ട് ചെയ്തത് നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ള ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള മാസ് സ്റ്റോറിയാണ്. എമ്പുരാൻ 2 ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ ഈ ഒരു സിനിമ അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഈ ഒരു സംഭവം നോർത്തിൽ നിന്ന് നെഗറ്റീവ് കമന്റുകൾ വരാൻ മെയിൻ കാരണമാണ്. എല്ലാരും കരുതിയിരിക്കുന്നത് ഈ കമന്റുകൾ മൊത്തം ഏറ്റവും കൂടുതൽ പൃഥ്വിരാജിനാണ് വരുന്നതെന്നാണ്. എന്നാൽ പൃഥ്വിരാജിനേക്കാൾ എയറിലാണ് നമ്മുടെ മഹേഷ് ബാബു. മഹേഷ് ബാബു ഒരു പാൻ ഇന്ത്യൻ എയർ സ്റ്റാറാണ്. എന്ത് ചെയ്താലും എക്സ്പ്രഷൻ വരാത്ത ഒരേ ഒരു സ്റ്റാറാണ് ബാബു എന്നാണ് മഹേഷ് ബാബുവിന്റെ മെയിൻ ആയ ഒരു ലേബൽ. ഈ ഒരു ലേബൽ കേരളത്തിലുമുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ എന്താണെന്നാൽ, നമുക്കറിയാം വിജയണ്ണന് തമിഴ്നാട്ടിൽ വലിയൊരു ഫാൻസ് ഉണ്ട്. വിജയണ്ണന്റെ പല സിനിമകളും മഹേഷ് ബാബുവിന്റെ സിനിമകൾ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടിംഗ് വൈസ് നോക്കിയാൽ ചില സിനിമകൾ അല്പം കൂടി ബെറ്ററായി വന്നിരിക്കുന്നത് നമ്മുടെ വിജയണ്ണന്റെയാണ്. അപ്പോൾ തമിഴ് ഫാൻസും തെലുങ്ക് ഫാൻസും തമ്മിൽ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഡിബേറ്റ് ആണ്. തെലുങ്ക് ഫാൻസ് പറയുന്നു മഹേഷ് ബാബു ആണ് ബെറ്റർ, തമിഴ് ഫാൻസ് പറയുന്നു ബാബു പോരാ, എക്സ്പ്രഷൻസ് അത്ര പോരാ, ബേബി ഫേസ് പോലെയാണെന്നൊക്കെ. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം എപ്പോഴും ഡിബേറ്റ് ആണ്. തമിഴിൽ നിന്ന് ഇങ്ങനെ വലിയൊരു നെഗറ്റീവ് കമന്റ്സ് മഹേഷ് ബാബുവിന് വരുന്നുണ്ട്. നോർത്തിലെ കാര്യം നോക്കിയാൽ നോർത്തിൽ പണ്ടേ വലിയൊരു ഫാൻ ബേസ് ഇല്ല. ഈ മഹേഷ് ബാബുവിന്റെ സിനിമകൾ നോക്കിയാൽ നമ്മൾ നോർമൽ കാണുന്ന സൗത്ത് നടന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്റ്റൈലാണ്. നോർമലി തെലുങ്ക് നടന്മാർ ഒരു മാസ് ബോഡി ലാംഗ്വേജ് ഉള്ള ലൗഡ് എക്സ്പ്രഷൻ കൊടുക്കുന്ന ഹൈ എനർജി സ്റ്റൈലാണ്. പക്ഷേ മഹേഷ് ബാബുവിന്റെ സിനിമകൾ കാം ആക്ടിംഗ് ഉള്ള ഒരു ക്ലാസ് ഹീറോ ഇമേജ് ആണ്. മഹേഷ് ബാബുവിന്റെ ലുക്ക് മാക്സിമം യൂസ് ചെയ്തുള്ള അങ്ങനെയുള്ള സ്ക്രീൻ പ്രസൻസിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷെ നോർത്തിനെ പിടിക്കണമെങ്കിൽ അല്പം കൂടി ഹൈ വോൾട്ടേജ് വേണം. അതുകൊണ്ട് മഹേഷ് ബാബുവിന്റെ സിനിമകൾ യൂട്യൂബിലും TV യിലും
എല്ലാമാണ് അവർ കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ യൂട്യൂബിലെല്ലാം സിനിമകൾ കാണുമ്പോൾ എക്സ്പ്രഷൻ കുറഞ്ഞ ഒരാളായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. മികച്ചതായി അഭിനയിച്ചില്ലെങ്കിലും ഒരു ബിഗ്ഗർ എക്സ്പ്രഷൻ നോർത്തിന് എന്തായാലും വേണം. അങ്ങനെ കേരളത്തിലടക്കം സൗത്തിലും നോർത്തിലുമായി എക്സ്പ്രഷൻ കുറഞ്ഞ സ്റ്റാർ ആയിട്ടാണ് ഇമേജ് ഉള്ളത്. മഹേഷ് ബാബുവിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അത് തെലുങ്കിലാണ്. ജയ് ബാബു എന്നുള്ള കമന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നോർത്തിൽ നിന്ന് നെഗറ്റീവ് കമന്റുകൾ വരാൻ ഇതിനേക്കാൾ വലിയൊരു കാരണമുണ്ട്. മഹേഷ് ബാബു ഇതുവരെ ബോളിവുഡ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാത്തതെന്ന്. അപ്പോൾ മഹേഷ് ബാബു പറഞ്ഞത്, I did get a lot of offers in Hindi, but my simple thing is I don't think they can afford me in Hindi. അതായത് ബോളിവുഡിന് തന്നെ താങ്ങാൻ കഴിയില്ല. ഈ ഒരു ക്ലിപ്പ് നോർത്തിൽ മൊത്തം വൈറലായി. നടന്മാർക്കെല്ലാം ഹൈ സാലറി ഉള്ള 700 കോടിയെല്ലാം മുടക്കി ആദിപുരുഷ് പോലെ ഒരു പടം പിടിച്ച് നമ്മുടെ ബോളിവുഡിനോടാണ് മഹേഷ് ബാബുവിനെ താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത്. ബാക്കി എന്തു പറഞ്ഞാലും കുഴപ്പമില്ല, റിച്ച് അല്ല എന്ന് പറഞ്ഞത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിന്ദി സിനിമയായ ബോളിവുഡ് തന്നെയാണ്. ബോളിവുഡിനേക്കാൾ വലുതാണ് ബാബു എന്ന് പറഞ്ഞെന്നാണ് നോർത്തുകാർ കരുതിയത്. എന്നാൽ മഹേഷ് ബാബു ഉദ്ദേശിച്ചത് തനിക്ക് കൂടുതൽ കംഫർട്ടബിൾ തന്റെ ഇൻഡസ്ട്രിയിലാണെന്നാണ്. അങ്ങനെ ഇത് വളരെ വലിയ രീതിയിൽ വൈറലായി. നോർത്തിൽ നിന്ന് നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങി. പിന്നീട് മഹേഷ് ബാബു തന്നെ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ പറഞ്ഞത് കംഫർട്ടിന്റെ കാര്യമാണ്, എനിക്ക് ബോളിവുഡ് വളരെ ഇഷ്ടമാണെന്ന്. ബോളിവുഡ് പോറാണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. പക്ഷെ ഇപ്പോഴും നോർത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിന്റെ കാര്യം നോക്കിയാൽ എമ്പുരാൻ സിനിമ ഒരു മാറ്ററാണ്. കുറച്ചും കൂടി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ കേരള സ്റ്റോറിയിൽ ആരെങ്കിലും രാജമൗലി നായികയാക്കിയെന്ന് കരുതുക, നമുക്ക് ചിന്തിക്കുകയേ വേണ്ട, ഇവിടെ നിന്ന് എന്തായാലും നെഗറ്റീവ് കമന്റ് വരും. ഇനി മഹേഷ് ബാബുവിന്റെ കാര്യം നോക്കിയാൽ നമ്മൾ പറഞ്ഞതുപോലെ എക്സ്പ്രഷൻ കുറവാണെന്ന് പറയുന്നു. 1000 കോടി പടത്തിൽ എന്തിനാണ് ഇവരൊക്കെ നായകനാക്കിയത്? പ്രൊഡ്യൂസറിനും രാജമൗലിക്കും എങ്ങനെ ധൈര്യം വന്നു? എന്തിനാണ് രാജമൗലി ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം, മുൻപ് എങ്ങനെയൊക്കെ അഭിനയിച്ചിരുന്ന നടനാണെങ്കിലും രാജമൗലി സിനിമയിൽ വരുമ്പോൾ മികച്ചൊരു പെർഫോമൻസ് ആയിരിക്കും. ഇതുവരെയും രാജമൗലിയുടെ ഒരു സിനിമയിൽ പോലും അഭിനയം പോരാ എന്നാരും പറഞ്ഞിട്ടില്ല. ജൂനിയർ NTR തന്നെ പറഞ്ഞിട്ടുണ്ട്, RRR സിനിമയ്ക്കിടയിൽ ഒരു ചെറിയ സീനിന് വേണ്ടി 100-ൽ കൂടുതൽ ടേക്ക് എടുപ്പിച്ചു എന്ന്. അതായത് രാജമൗലി ഒരു നടന്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാനാണ് നോക്കുന്നത്. നിങ്ങൾ ഈ ഒരു സീൻ തന്നെ നോക്കൂ. ആദ്യമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചില എക്സ്പ്രഷൻസ് കാണാം. ഈ ഒരു സീനിൽ ഗ്രാഫിക്സ് പോരാ എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ അറിയേണ്ടത് ഇത് സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ല, ഇത് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് ടീസറാണ്. ഇനി പൃഥ്വിരാജിന്റെ കാര്യം നോക്കിയാൽ, You are very scary in the movie. Terrifying, huh? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പൃഥ്വിരാജ് ഒരു കൊടൂര വില്ലനാണ്. ഒരുപക്ഷെ പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് വില്ലൻ ഇതായിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു ടീസറിന്റെ കാര്യം നോക്കിയാൽ ഒരു ഹോളിവുഡ് സിനിമ പോലെ വലിയൊരു സംഭവമാണ് രാജമൗലി എടുക്കാൻ പോകുന്നത്. മികച്ച ക്വാളിറ്റി ടീസറായിരുന്നു, മികച്ച ഒരു മ്യൂസിക്കും ഉണ്ടായിരുന്നു. നടന്മാർക്ക് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ടെങ്കിലും സിനിമ മികച്ചതായാൽ ഇപ്പോൾ ഈ നെഗറ്റീവ് കമന്റുകൾ പറഞ്ഞവരല്ല പിന്നീട് സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ ഫാനായിരുന്നു വരാൻ. അടുത്ത വർഷം വരുന്നത് ബാഹുബലിയുടെ ആനിമേറ്റഡ് മൂവിയാണ്. ഇന്ത്യൻ സിനിമയുടെ പേര് മാറ്റിയത് നമ്മുടെ രാജമൗലി. ഇന്ത്യൻ ആനിമേറ്റഡ് ഇൻഡസ്ട്രി പണ്ടേ വീക്കാണ്. ഇന്ത്യൻ അനിമേഷൻ ഹോളിവുഡ് പോലെ ക്വാളിറ്റി അത്ര ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു സിനിമ ഇന്ത്യൻ അനിമേഷൻ മാറ്റാൻ വേണ്ടിയുള്ള വലിയൊരു എക്സ്പെരിമെന്റ് ആണ്. ഇത് 150 കോടി ബഡ്ജറ്റിലാണ് വരുന്നത്. ബാഹുബലി 1ന്റെ ബഡ്ജറ്റ്. ഇതിന്റെ ടീസർ കണ്ടാൽ തന്നെ അറിയാം ഹോളിവുഡ് ക്വാളിറ്റിയുള്ള അനിമേഷനാണ്. ആർക്കേൻ ക്രിയേറ്റേഴ്സ് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സിനിമയും മികച്ചതാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ സെക്കൻഡ് ഹൊറർ ചാനലിൽ പള്ളിയങ്കാട്ട് നീലിയെ പറ്റി ഒരു ഹൊറർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഏകദേശം ഒരു ക്വാളിറ്റി അനിമേഷൻ തന്നെയാണ്. അതിന്റെ ഒരു ടീസർ കാണിക്കാം. ഹൊറർ വീഡിയോസ് ഇഷ്ടമുള്ളവർ മാസ്കിങ്സ് എന്ന് സെർച്ച് ചെയ്തു നിങ്ങൾക്ക് ഇത് മുഴുവൻ കാണും. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യഥാർത്ഥ കള്ളിയങ്കാട്ട് നീലിയെ പറ്റിയാണ്. നമ്മളെല്ലാവരും ലോക സിനിമ കണ്ടതാണ്. ആ ഒരു സിനിമയിൽ ഇല്ലാത്ത നീലിയുടെ യഥാർത്ഥ സ്റ്റോറി നമുക്ക് നോക്കാം. കേരളത്തിലും തമിഴ്നാടിനും ഇടയ്ക്കുള്ള നാഗർകോവിൽ എന്ന സ്ഥലത്ത് പഴകന്നൂർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു.